ഗൈസ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ മട്ടൻ കറി ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ. ഒരു കുക്കറിലേക്ക് അല്പം എണ്ണ അതേപോലെ ഒഴിച്ചു കൊടുക്കും. ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് ചുള്ളി അതേപോലെ അല്പം ഉപ്പ് ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ട് ഒന്നങ്ങോട്ട് വയറ്റി എടുത്തോളി. അതിലേക്ക് 1.5 തക്കാളി കൂടെ ചേർത്ത് വയറ്റി എടുക്കുക. ഏകദേശം 1.5 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിലേക്ക് കറാമ്പവും പട്ടിയും അല്പം ജീരകവും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടി ചേർത്താണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനിയാണ് നമ്മുടെ മസാലപ്പൊടികളുടെ വരവ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്താണ്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് മല്ലിപ്പൊടി പെപ്പർപ്പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താണ്ട് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താട്ടോ. അതിലേക്ക് ഇതേപോലെ അല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്താണ്ട് ഒന്നങ്ങോട്ട് ലയിപ്പിച്ചോളി. ഇനിയാണ് കേട്ടോ നമ്മുടെ കുട്ടപ്പനായ മട്ടന്റെ വരവ്. മട്ടനെ മസാലയിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മസാല പിടിപ്പിച്ചോളിട്ടോ. ശേഷം അതിലേക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടാണ്ട് ചേർത്ത് കൊടുത്തോളി. നോക്കി നിൽക്കാണ്ട് കുട്ടപ്പനായ മട്ടന്റെ മസാലയിലേക്ക് ഒന്ന് ലയിപ്പിച്ചെടുത്തു. എന്നിട്ട് ഇത് അതേപോലെ മട്ടൻ മൂടാൻ പാകത്തിന് വെള്ളാണ്ട് ഒഴിച്ചു കൊടുക്കുക. ചെറുതാക്കിയിട്ടൊന്ന് മിക്സ് ആക്കിക്കോളി. കഴിഞ്ഞില്ലേ നമ്മളെ പരിപാടി. കുക്കറിന്റെ മൂടി എടുത്താണ്ടേ ഒന്നണ്ട് അടച്ചു കൊടുത്തോളി. ശേഷം ഒരു 7 വിസിലിന് ശേഷം നോക്കിയാൽ മതിട്ടോ. സാധാ റെഡി. ഒരു 6 വിസിലിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് തുറന്ന് നോക്കി. ഇത് ഇത്ര സിമ്പിളാണോ എന്ന് വരെ നിങ്ങൾ ചോദിച്ചു പോകും. അമ്മാതിരി ഏറ്റവും ഏതാ ടേസ്റ്റ്. ഇതിലേക്ക് അല്പം റൈസും കൂടി എടുത്ത് ഇതേപോലെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ എൻ്റെ സാറേ. ഒന്നങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കി.